ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്സിനുള്ള സെൽഫി ഡിജി ക്യാമറയാണ്. ഇത് യൂണിക്കോൺ തീമിൽ സിലിക്കോൺ മെറ്റീരിയലിലാണുള്ളത്. ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സ് നോക്കാം. ക്യാമറ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറ കാണാം. പിന്നെ മെയിനായിട്ട് ഇതിൽ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് 5 ബട്ടൺസ് ആണുള്ളത്. അതിലൊന്ന് പവർ ബട്ടൺ, അതിന് തൊട്ട് താഴെയായിട്ടുള്ളത് അപ്പ് ബട്ടനാണ് മുകളിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബട്ടൺ ഉണ്ട്. അതിൽ റൈറ്റ് ബട്ടൺ നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുക്കാനും ലെഫ്റ്റ് ബട്ടൺ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡൗൺ ബട്ടൺ. പിന്നെ സ്ക്രീനിൽ നമുക്ക് 5 ആപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തത് ക്യാമറ, രണ്ടാമത്തത് മ്യൂസിക്, മൂന്നാമത്തത് ഗെയിംസ്, നാലാമത് വരുന്നത് വീഡിയോസ്, അഞ്ചാമത് പ്ലേ ബാക്ക്, ആറാമത് വരുന്ന ആപ്പ് എന്ന് പറയുന്നത് സെറ്റിങ്സ് ആണ്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീസെറ്റ് ബട്ടൺ കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് USB കേബിൾ കണക്ട് ചെയ്യാനായിട്ടൊരു സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് 32 GB മെമ്മറി കാർഡ് ഇടാനായിട്ടുള്ളൊരു സ്പേസുമാണ് ഉള്ളത്. നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് HD സ്ക്രീനാണുള്ളത്. അത് നമുക്ക് ആദ്യം ക്യാമറ സെലക്ട് ചെയ്യാം. ഇനി അതിൽ ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൂം ഔട്ട് ചെയ്യാനും അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്യാനും പറ്റും. ഒരുപാട് ഫ്രെയിംസ് ഇതിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് അടുത്തതായിട്ട് ഗെയിംസ്, മെയിനായിട്ട് 5 ഗെയിംസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് സ്നേക്കിൻ്റെ ഗെയിമാണ്. ഇനി നാലാമത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോസ് ആണ്. അതിൽ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. പിന്നെ അഞ്ചാമത് വരുന്നത് പ്ലേ ബാക്ക് ആപ്പും ആറാമത് വരുന്നത് സെറ്റിങ്സ് ആപ്പുമാണ്. പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി ക്യാം ഓൺ ആയിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ക്യാമറയുടെ സെറ്റിങ്സ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി അതിൽ നമുക്ക് ക്യാമറ ഹാങ് ചെയ്തിടാനായിട്ടൊരു ടാഗും അതേപോലെ തന്നെ ചാർജ് ചെയ്യാനായിട്ടൊരു USB കേബിളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ക്യാമറയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഷ്ടപ്പെട്ടവർ പോയി വാങ്ങിക്കോളൂ കേട്ടോ. ബൈ.